പുലർച്ചെ 3 മണിക്ക് എണീറ്റ് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടന് പണിയുണ്ട്. ഏട്ടന് കുറച്ച് ലോങ്ങാണ് പണി കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് കൊണ്ടുപോകണം. ചോറൊക്കെ ഞാൻ അടുപ്പത്ത് വെന്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ കറി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചൂടാറിയിട്ട് പാത്രത്തിലാക്കാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ചിലപ്പോൾ കേട് വന്നാലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പം ഇന്ന് എന്തായാലും ഇനി ഏട്ടന് വേറെ എന്തെങ്കിലും ലഘുവായിട്ട് എന്തെങ്കിലും ചെറിയൊരു കറി ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തപ്പി തിരഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ഒരു തക്കാളി ഒരു സവോള ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. സമയം രാവിലെ 3 മണിക്ക് എണീച്ചെങ്കിലും ചോറ് വെന്തതിന് ശേഷം വേണ്ട ഇപ്പോൾ നമുക്കിതൊക്കെ ചെയ്യണമെങ്കിൽ. ഞാൻ ചോറ് അടുപ്പത്ത് തന്നെ ഇട്ടത് കേട്ടോ. അടുപ്പത്തിട്ടെങ്കിലും വിറകൊക്കെ കത്താൻ നല്ല പ്രയാസം. അപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാസിൽ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഗ്യാസിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഇളം ചൂടൊക്കെ ആവണ സമയത്തുള്ളൂ. ഇനി ഏട്ടന് ചോറാക്കണ സമയത്ത് പാത്രത്തിലാക്കാലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളിയും സവോളയും എല്ലാം ഒന്ന് നുറുക്കി ഞാൻ ആ ചീനച്ചട്ടിയിൽ നമ്മൾ ചിക്കൻ വെച്ച കറിയിൽ തന്നെ ചിക്കൻ വെച്ച പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അത് കഴുകി വൃത്തിയാക്കി പിന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ അങ്ങനെ തക്കാളി ചമ്മന്തി ആയി. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതും കൂടി ചോറാക്കണം വിചാരിച്ചിട്ടേ. അപ്പോൾ ഇപ്പോൾ സമയം 4:30 മണിയാവാനായി കേട്ടോ. അപ്പോൾ ഇനി ഒരു 5 മണി 5:10 ആയപ്പോൾ എന്തായാലും ഏട്ടൻ വരും കേട്ടോ. വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച് പിന്നെ മെഷീനിൽ ഒഴിക്കാനുള്ള എണ്ണയും എല്ലാം ആയിട്ട് ഇപ്പോൾ ഇനി ഏട്ടൻ വരും. അപ്പോഴത്തേനും ചോറൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം എനിക്കൊരു 5 മണിക്ക് കുറച്ച് നേരം 5 മണിയല്ല ഒരു 5:15 ആകുമ്പോഴത്തേനും ഏകദേശം 5:15 ആകുമ്പോഴത്തേനും ഏട്ടൻ വരും. പിന്നെ നമുക്കൊന്ന് എന്താ പറയുക ഒരു കട്ടൻ ചായ വെച്ച് കുടിക്കുക അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോഴത്തേനും സമയം 5:30 മണിയാവും കേട്ടോ. പിന്നെ എനിക്ക് ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാനുള്ള കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 5:30ക്ക് ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് ഡെയിലി നമ്മളത് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചോറായി കറികളൊക്കെ ആയി. അപ്പോൾ ഇനി ചോറാക്കിയതിന് ശേഷം ഞാൻ ചോറൊന്നും കൂടി ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക ഒന്ന് സൈഡ് ചെരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആവി പോവുകയും ചെയ്യും, പെട്ടെന്ന് കേട് വരില്ല കേട്ടോ. നമുക്ക് വൈകുന്നേരത്തിനാണെങ്കിലും കുറച്ച് വൈകിയാലും ചോറ് കേട് വരില്ല. പിന്നെ എന്തായാലും വൈകുന്നേരം ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും തന്നെ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് നമ്മളൊന്ന് ഊറ്റി കേട്ടോ. ചൂടോടെ കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ആക്കിയേട്ടന് ഇനി കറികളാക്കണം. ഇന്നിപ്പോൾ വേറെ ഒന്നും സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല കേട്ടോ. ചിക്കൻ കറി ഉണ്ട്, സ്പെഷ്യലല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടെൻഷൻ കേട്ടോ. നമുക്കിന്ന് തലേ ദിവസം വെച്ച കറിയല്ലേ, ചിലപ്പോൾ കേട് വന്നാലോ എന്നുള്ള ടെൻഷൻ കാരണം കേട്ടോ. ചൂടാക്കിയിട്ട് നമ്മൾ അങ്ങനെ ചൂടോടെ നമ്മൾ അടച്ച് വെച്ചിട്ട് പിന്നെ അവർ കഴിക്കുന്ന സമയത്ത് എടുക്കുമ്പോഴത്തേന് ചിലപ്പോൾ അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളും വന്നാലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചൂടാറട്ടെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി ആക്കി പിന്നെ തക്കാളി ചമ്മന്തിയും കൂടി ആക്കിയിട്ടോ. പിന്നെ ഇന്നൊരു എന്താ പറയുക ഇൻ്റർവ്യൂ ഡേയും കൂടിയാണ് കേട്ടോ. എനിക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് പാലക്കാട് വെച്ചിട്ട്. അപ്പോൾ അങ്ങോട്ട് പോവും കൂടി വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെട്ടെന്ന് ഞാൻ ഈ പണികളൊക്കെ ഒരുക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോസാണ്, ഇപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോസ് കാണുന്നവരെല്ലാവരും കേട്ടോ, ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തവരും ഇനി സപ്പോർട്ട് ചെയ്യാനുള്ളവരും എല്ലാവരും കേട്ടോ, നമുക്ക് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക. എന്നാലും നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ കിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു 5:50 ആയപ്പോഴത്തേനും എൻ്റെ പ്രയറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏട്ടൻ വന്ന് ഭക്ഷണം കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ഞാൻ വേഗം വന്നിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരി കേട്ടോ. ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ മാത്രം ഫ്രണ്ട് ഭാഗത്ത് നിന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ക്യാമറ അതായത് ഫോൺ ഇങ്ങനെ പിടിച്ച് കൊണ്ട് നടക്കാനും വെക്കാനും പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ വീഴാത്ത തരത്തിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കാറ് കേട്ടോ. എൻ്റെ സ്റ്റാൻഡൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് പിന്നെ ഞാൻ ഇനിയിപ്പോൾ പുതിയതൊന്നും ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളുള്ള ഇതുപോലെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് എടുത്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ അങ്ങനെ ഞാൻ മുറ്റടിച്ച് വാരിയിട്ട് വേണം ഇനിയിപ്പോൾ ചായ പരിപാടികളൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ ഒരു സമയം ഒരു 6 മണിയൊക്കെ 6:15 ആയപ്പോഴേക്കും നമ്മൾ മുറ്റടിക്കൽ 4 സൈഡ്, ഒരു സൈഡ് നമ്മുടെ അടുക്കളയുടെ സൈഡ് നമുക്ക് താഴത്തേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് അടിച്ച് ഇടും കേട്ടോ. മഴ ഇല്ലെങ്കിൽ പിന്നെ അടിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ മഴ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ മുറ്റടിക്കലൊന്നും നടക്കില്ലല്ല, അത് സ്വാഭാവികം. അപ്പോൾ പിന്നെ നമ്മളിന്ന് മഴയൊന്നുമില്ല. രാത്രിയിലൊക്കെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. വൈകിട്ട് ഒരു 5 മണി 5:30 6 മണി ആ ടൈമിൽ നല്ല കനത്ത മഴയായിരുന്നു കേട്ടോ.
അപ്പോൾ ആ മഴ കാരണം നമുക്ക് പുലർച്ചെ ആയപ്പോഴത്തേനും പിന്നെ മഴ കുറച്ച് കമ്മിയായി. പിന്നെ അപ്പോൾ വേഗം മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചായക്കുള്ള പരിപാടികളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴയിലേക്ക് വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും ഉതിരിപ്പുട്ട് പോലെ തന്നെ ആവിയിൽ തന്നെ, അതാണ് എളുപ്പട്ടോ. പിന്നെ ഇവിടെയുള്ള പുട്ടും പാനിയൊക്കെ പുട്ടും കുടത്തിൻ്റെ അതൊക്കെ പോയിട്ട് അത് അതിൻ്റെ ഇതൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഞാൻ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നു, ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് വെച്ചു. പിന്നെ തേങ്ങ പൊളിച്ച് ഇതാ പൊട്ടിക്കണം കേട്ടോ. ഇനി രാവിലെ വെറും വയറ്റിലിട്ടോ ഞാൻ കട്ടൻ ചായ ഇടണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ അതങ്ങോട്ട് മറന്നുപോയി. പെട്ടെന്ന് പണി ഒരുക്കണമല്ലോ. 8:30 ആകുമ്പോഴത്തേനും നമുക്ക് എന്തായാലും ബസ് സ്റ്റോപ്പിലേക്ക് എത്തണം എന്നല്ലോ എന്നുള്ളൊരു ചിന്ത കാരണം ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക്. എന്നാൽ കൂടി ഞാൻ വേഗം പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് നമുക്ക് പോവാലോ എന്നൊക്കെ കേട്ടോ. കുഞ്ഞാറ്റ എണീച്ചിട്ടില്ല. പുലർച്ചെ എണീച്ചു. ഞാൻ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് എണീച്ചിട്ട് അമ്മമ്മയുടെ അടുത്ത് പോയി കിടന്നു. അവൾക്കാണെങ്കിലോ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉണർന്ന് കഴിഞ്ഞ് പിന്നെ അവളുടെ അടുത്ത് ആരെങ്കിലും കിടക്കണം, എന്നാലും പിന്നെ വീണ്ടും ഉറങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അവൾക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരവി പിന്നെ നമ്മൾ ആ വെറും വയറ്റിൽ കുറച്ച് തേങ്ങാവെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. എന്താവോ എന്തോ ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും കുറച്ച് പച്ചവെള്ളമൊക്കെ എടുത്ത് ഞാൻ ഉപ്പൊന്നും വെള്ളത്തിലൊന്നും ഇട്ട് കിട്ടോ. ഞാൻ അങ്ങനെ പൊടിയിൽ തന്നെ ഉപ്പിട്ട് ആവശ്യത്തിന് പൊടിയിൽ ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നല്ല കുഴയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അത് മിക്സ് ചെയ്ത് കുഴച്ച് വരുമ്പോഴത്തേനും അതെല്ലാം ഒത്തുകൂടെയൊക്കെ ആയി അത് അങ്ങനെ പാകമാവും ഉപ്പ് കിട്ടോ. ഞാൻ ആദ്യമൊക്കെ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് നമ്മൾ പൊടി കുഴച്ചായിരുന്നു കേട്ടോ. ഇപ്പൊക്കെ എളുപ്പപ്പണിക്ക് അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊരു ചിരിയൊക്കെ പാസ്സാക്കി. ചിരിയൊന്നും വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കമപ്പ് ഭയങ്കര മപ്പാണ് പറയുന്ന പോലെ. എനിക്ക് ഉറക്കമൊഴിച്ചാൽ എനിക്ക് തീരെ വയ്യ കേട്ടോ. എനിക്ക് ഒന്നിനും പിന്നെ ഒരു താല്പര്യം ഉണ്ടാവില്ല. തല ആകെപ്പാടൊരു മന്ദപ്പായിരിക്കും കേട്ടോ. അപ്പോൾ എന്നാലും നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ പൊടിയൊക്കെ കുഴച്ചു, തേങ്ങയൊക്കെ ചിരവി വെച്ചതൊക്കെ എല്ലാം കൂടിയാണ് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ വെള്ളം അങ്ങോട്ട് ചീനച്ചട്ടിയല്ല, എന്താ പറയുക, നമ്മുടെ ഇഡ്ലിച്ചെമ്പിൻ്റെ തട്ടൊക്കെ വെച്ച് ആവി കയറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇനി ഇലയൊക്കെ ഞാൻ മുറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 8:30 ആകുമ്പോഴത്തേന് കുളിച്ച് റെഡിയായി പുറപ്പെട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പ്രിയദർശിനിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആശ്വാസം. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ചേച്ചിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും അവിടെ നിന്ന് അവരുടെ സ്റ്റോപ്പിൽ നിന്ന് കയറും. അപ്പോഴത്തേനും എനിക്ക് അവിടെ എത്തണം. അവർ പോകുന്ന ബസ്സിന് തന്നെ എനിക്കും കയറണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ അപ്പോഴത്തേനും എല്ലാ പണികളും ഒരുക്കണം കേട്ടോ. കുഞ്ഞാറ്റ ഞാൻ പോകുമ്പോഴത്തേനും എണീക്കോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്നാലും അടുക്കളയിലെ ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നെ പ്രയാസങ്ങളൊന്നുമില്ലല്ലോ. അമ്മ എണീച്ചിട്ടില്ല. അപ്പോൾ അവൾ എണീച്ച് പിന്നെ അവളെ പല്ല് തേപ്പിക്കലും അവളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് അവൾക്ക് കഴിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അടുക്കളയിലെ ജോലികളൊക്കെ തീർത്താൽ പിന്നെ പണി ഒരുങ്ങും. പിന്നെ കുറച്ച് അലക്കാനുണ്ടാവുള്ളൂ. അവളുടെ കുഞ്ഞു ഉടുപ്പുകളും മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ പിന്നെ അമ്മയ്ക്ക് അവളെയും കൊണ്ട് പോയിട്ട് പിന്നെ അലക്കിയിടാവുന്നതല്ലേ ഉള്ളൂ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കള പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രമൊക്കെ കഴുകി ഞാൻ അതിൽ വെള്ളമൊക്കെ കൊണ്ടുവച്ചു. വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേന് ഞാൻ ഇലയൊക്കെ വെച്ച് ഇലയുടെ മുകളിൽ നമ്മൾ ഇലയൊന്ന് വാടാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇല വാടേണ്ട ആവശ്യമൊന്നുമില്ല. ഇല കൊണ്ടുവച്ചിട്ട് അങ്ങനെ തന്നെ നമുക്ക് അതിൽ തന്നെ ഇട്ടിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മൂടി വെച്ചാൽ നമുക്കൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് പുട്ട് റെഡിയാവും കേട്ടോ. പുട്ട് പറഞ്ഞാൽ ഉതിരിപ്പുട്ട് റെഡിയാവും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി ഒരുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ആ പുട്ടും കുടത്തിൻ്റെ അതിൻ്റെ ആ അരിപ്പയ്ക്കൊക്കെ ഭയങ്കര പ്രയാസമാവും. നമ്മൾ വിചാരിക്കുന്ന പോലത്തൊന്നും ആൾ നിൽക്കില്ല. അപ്പം ഞാനെന്ത് വിചാരിച്ചു പറഞ്ഞാൽ അതിലുണ്ടാക്കിയ പ്രയാസം ചിലപ്പോൾ അങ്ങനെ പുട്ട് പിന്നെ ദോശയായി പോകും. അതിന് പേടിച്ചിട്ട് ഞാൻ അതുകൊണ്ട് അതിൽ വലിയ എന്താ പറയുക നമ്മൾ അതിലേക്ക് വലിയ കൊടുത്തില്ല കേട്ടോ, ശ്രദ്ധ കൊടുത്തില്ല. നമുക്ക് ഇങ്ങനെ തന്നെ എളുപ്പം. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പം തന്നെ പരിപാടി എനിക്ക് കിട്ടും. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാറ്. പിന്നെ ദോശയ്ക്കാണെന്നൊന്നും പറയണ്ടല്ലോ, നമ്മൾ പിന്നെ അടുത്ത് തന്നെ നിൽക്കണം. അത് കഴിയോളം നമ്മൾ അടുത്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഇനി പുട്ടൊക്കെ ആയിട്ട് വേണം ഇനി പല്ല് തേക്കണം. അത് അങ്ങനെ ഒരു പരിപാടി. ഇനി അത് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക്. കുറച്ച് കഴിയാനൊന്നും സമയം ഉണ്ടാകുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചായ കുടിച്ചാലൊക്കെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുന്നതാട്ടോ. എനിക്കെന്താണെന്നറിയില്ല, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷീണവും വലച്ചലൊക്കെ ഉള്ള പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടെ പോയി കിടക്കും കേട്ടോ. അത് എന്താണെന്നറിയില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണോ എന്താ എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണം വരാറുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി വെള്ളം തിളച്ചിട്ടുണ്ട്, ഇല കൊണ്ടുവച്ചു. ഇനി ഇല കൊണ്ടുവച്ചിട്ട് നമുക്ക് പൊടിയും കൂടി അതിൽ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ നമ്മളിനിയിപ്പോൾ അവിടെ 9 മണിക്കാണ് ഇൻ്റർവ്യൂ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 9 മണി മുതൽ 4 മണി വരെയാണ്. ഞങ്ങൾ നേരത്തെ പോവാൻ തിരക്കെങ്ങാനുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിലേ ആയാലോ സമയം എടുത്താലോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചാട്ടോ 8:30-ക്കൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും ചായയൊക്കെ ആയി പല്ല് തേക്കലൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് പല്ല് തേക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ കേട്ടോ സമയപ്പോഴത്തേനും ഒരു 7 മണി കഴിഞ്ഞിരിക്കണു. നല്ല വെയിൽ കേട്ടോ. തലേദിവസത്തെ നല്ല കനത്ത മഴ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ മഴയൊക്കെ തോന്നിട്ടുള്ളതാന്ന് കണ്ടോ. സൂര്യൻ നന്നായിട്ട് ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ കേട്ടോ. അപ്പം ഇനി നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞാറ്റ ഭയങ്കര ബഹളം കേട്ടോ. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആൾ കളിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ എന്നോട് ന്യായം വെച്ച ഓരോ കാര്യങ്ങളങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്ന തിരക്കിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇപ്പം എന്താവും ബഹളം വയ്ക്കുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വോയിസിൻ്റെ കൂടെ കേൾക്കാവുന്നതായിരിക്കും. അപ്പോൾ ഞാനിതാ വന്നു, പല്ലൊക്കെ തേച്ച് വന്നു, ജനലൊക്കെ ഒന്ന് തുറന്നു, ഒരു വെട്ടം വിളിച്ചൊക്കെ വരട്ടെ വിചാരിച്ചിട്ട്. പിന്നെ പുലർച്ചെ കുഞ്ഞാറ്റ എണീച്ചിട്ട് അമ്മമ്മ അടുത്ത് പോയി കിടന്നുകൊണ്ട് ആൾ ഇവിടെ ഇല്ല കേട്ടോ, അപ്പുറത്തെ റൂമിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും പുട്ടൊക്കെ ഒന്ന് വെന്തോ നോക്കി പല്ല് തേക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ. അപ്പോൾ അതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. എപ്പോഴും നമുക്ക് സൗകര്യം ഇങ്ങനെയുള്ള തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ നമുക്ക് ഗ്യാസ് തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ, നമ്മുടെ മുന്നേയുള്ള വീഡിയോകളിലൊക്കെ എപ്പോഴും അടുപ്പിൽ തന്നെ വെച്ചുണ്ടാക്കുള്ളൂ. അടുപ്പിൽ നല്ല കനലും ഇതുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് ഗ്യാസ് കത്തിക്കാനും മടി, അല്ലെങ്കിൽ അതിൽ വെക്കാനും മടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ പുട്ടൊക്കെ ഇനി കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് വേണം കുളിച്ച് ഫ്രഷായിട്ട് വേണം റെഡിയായിട്ട് വേണം പോകാൻ കേട്ടോ. പോയാൽ ഇനിയിപ്പോൾ നമ്മൾ ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അവരിനിയിപ്പോൾ എപ്പോഴാണ് ബസ് കയറുക. നമ്മൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. കാരണം വേറെ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് വരിക കേട്ടോ. നമുക്ക് ഒരുമിച്ച് പോകുമ്പോൾ പിന്നെ ഒരു പരിചയമില്ല, നമ്മുടെ നാട് തന്നെയാണ്, പരിചയക്കുറവൊന്നുമില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാനൊക്കെ നമ്മുടെ കൂടെ ഒരാൾ തുണയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമല്ലേ. അല്ലെങ്കിൽ നമ്മൾ തനിയെ പോകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും കേട്ടോ. പക്ഷെ നമ്മൾ തനിയെ പോകേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ പോയാലേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ ആളുകളുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഒരുമിച്ച് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇത് കഴിച്ചിട്ട് വേണം ഇനി പോവാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവരെ കണ്ടുമുട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളിതാ കോട്ടയിൽ പോയിരിക്കുകയാണ്. പോപ്കോൺ ഉണ്ടോ ചോദിച്ചു. ഹായ് ഹായ്. അപ്പൊ ഞങ്ങള് എന്താ പറയാ പ്രതീക്ഷിതമായിട്ട് കണ്ട ഫ്രണ്ട്സുകളാ കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുട്ടികളാണ്. അതേപോലെ ഞങ്ങൾ ഇന്ന് പാലക്കാട് വന്നപ്പോ നല്ല രമ്യയുടെ ചെലവാട്ടോ. ഈ കുട്ടിയുടെ പേര് രമ്യ എന്നാണ്. ഇയാളുടെ പേര് സനൂജ. ഇത് പുതിയ ഫ്രണ്ടാട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ്. അപ്പൊ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ. അപ്പൊ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ നേരെ അപ്പൊ ഇവിടെ അടുത്താണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കോട്ടയിൽ കയറിയിരിക്കാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി വരുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാട്ടോ. എല്ലാവരും പാലക്കാട്ടുകാരായപ്പോൾ അവിടെ ചെന്നപ്പോൾ രമ്യയുടെ അയൽവക്കത്തുള്ള ഒരു ചേച്ചിയും ചേട്ടനെ കണ്ടു. അവരോട് സംസാരിക്കട്ടോ അവള്. ഞാൻ വീഡിയോ എടുക്കുക. പാലക്കാട് കോട്ടയുള്ളിലൊക്കെ കേറിട്ടോ. എന്നിട്ട് കുറച്ചേരൊക്കെ ചുറ്റിക്കറങ്ങി. അപ്പോഴത്തേനും ഒരു ചേച്ചിയുടെ ഒരു ഫ്രണ്ട് വിളിച്ചുട്ടോ. അപ്പൊ പിന്നെ അങ്ങോട്ട് പോവാണ്. അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. കുട്ടികളെ ഇനി നിങ്ങൾ എന്താ മേടിച്ചു തരുന്നത്? ബിരിയാണി മേടിച്ചു തരുന്നുണ്ടാ? അതെവിടെ? KSRTCയുടെ അവിടെയാവും. എന്നെ വിളിക്കും, ചിലപ്പോ എന്നെ വിളിക്കുമായിരിക്കും. പക്ഷെ ഞാനേ
ചേച്ചിയുടെ ഫ്രണ്ട് വന്നിട്ട് അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കയറിട്ടോ. അതുവരെ ഞങ്ങൾ ആ ചേച്ചീനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചു നേരം വെയിറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളിതാ ഒരു ചേച്ചി വന്നു. ഞങ്ങൾ എന്തായാലും ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് താഴത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടോ. അപ്പോൾ അവിടുത്തെ പോയി ഞങ്ങൾക്കൊരു ഹായ് ഒക്കെ തരുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഹായ് തരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും ഒരു ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ബിരിയാണിയൊക്കെ എത്തി ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല തന്നെ കേട്ടോ. ഈ ഹോട്ടലിൻ്റെ തൊട്ടന്നെ ആയിരുന്നു നമുക്ക് KSRTC സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി. എല്ലാവരും അവരവരുടെ ഞങ്ങൾ 3 പേരും ഞാനും ഈ 2 ചേച്ചിമാരും ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് കിട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ ബസ്സൊക്കെ കയറി നമ്മുടെ നാട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു മക്കളെ.